കൂട്ടുകാരെ, ഇന്നൊരു വാഗമണ്ണിലേക്ക് ഒരു ട്രിപ്പാണ്. ഒരു രക്ഷയില്ല കേട്ടോ. തണുത്ത് മരച്ച് ഐസ് കട്ട പോലെയാകും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. അത്രയും മഞ്ഞും തണുപ്പും കാറ്റും മഴയുമാണ് അവിടെ. എന്നാലും ഒരു രക്ഷയില്ല കേട്ടോ. മഞ്ഞ്, കോടമഞ്ഞ്, എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. അടിപൊളി വ്യൂ ആയിരുന്നു കാണാനായിട്ട്. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ കോട്ട് പോലും എടുത്തില്ല കേട്ടോ. ഞാനാണ് കോട്ട് എടുക്കാത്തത്. മഴ പെയ്യരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. പക്ഷെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് മഴയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ മഞ്ഞ് കാരണം റോഡ് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രമാത്രം മഞ്ഞായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല ട്രാഫിക് ബ്ലോക്കാണ് കേട്ടോ അങ്ങോട്ട്. ഒരു രക്ഷയില്ല പോകാനായിട്ട്. ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ടൂറിസ്റ്റുകൾ ഇഷ്ടം തോറെ ഈ വെക്കേഷൻ ടൈമിലും ഈ മഴ ടൈമിലും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 3 മണിക്കൂർ പോകേണ്ടടുത്ത് നമുക്ക് 5-6 മണിക്കൂർ പോകേണ്ട ഒരു അവസ്ഥയാണ്. അത്രയും ട്രാഫിക് ഉണ്ട്. ഇപ്പം നോക്കുമ്പോൾ വണ്ടികളൊന്നുമില്ല. എന്നാൽ ഇത് കയറി കഴിഞ്ഞ് അപ്പുറത്തോട്ട് ചെല്ലുമ്പോഴേക്കും ഫുള്ള് ടൂറിസ്റ്റ് വണ്ടികളാണ്. അതുപോലെ കുട്ടികളുടെ കൂട്ടവും ആൾക്കാരുടെ കൂട്ടവും റോട്ടിൽ പാട്ടും മേളവും ഒക്കെയാണ്. ഒരു വ്ലോഗ് ഇടുക വാഗമണ്ണ് വഴി നോക്ക് താഴേക്കുള്ളത്. അയ്യോ, എല്ലാവരും പറയാൻ പുകച്ച് ചാടിച്ചതാണോ? മഴ ഞങ്ങള് മറ്റേ തീക്കോയിൽ ഇങ്ങോട്ട് കുറച്ച് വന്നപ്പോൾ മഴയായിരുന്നു. പിന്നെ അവിടെ ഒരു കടയിൽ കയറി കാത്തു പിടിക്കാൻ മഴ പറഞ്ഞാൽ നിന്ന് ഇവർക്ക് വോട്ടെടുക്കാവുന്നുണ്ട് ഇവിടെ. അതുകൊണ്ടല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ പോയേനായിരുന്നു. അവിടെ നിന്ന് വേണം വാങ്ങിക്കാൻ. നല്ല സെറ്റപ്പ് കേട്ടോ. നല്ല കോടമഞ്ഞൊക്കെ കയറി നല്ല നോക്കിയ കാറ്റും അടിപൊളി. വരുമ്പോ അങ്ങനെ ഞങ്ങൾ ഒരു തരത്തിൽ വാഗമണ്ണെത്തി. അപ്പം വാഗമണ്ണിൽ കുറച്ച് കസിൻസൊക്കെ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഇടയ്ക്കൊക്കെ കാണും കേട്ടോ. അപ്പോൾ ഇന്ന് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെയുണ്ട്. അമ്മയുണ്ട്, അമ്മയുടെ 2 അനിയത്തിമാരുണ്ട്, എൻ്റെ ചേച്ചിയുണ്ട്, ചേച്ചിയുടെ കൊച്ചുണ്ട്. അപ്പോൾ ഞങ്ങൾ വേറൊരു വീട്ടിലേക്ക് പോകാനും കൂടിയാണ് വന്നത് കേട്ടോ. ഒരു കസിനെ കാണാനാണ്. അപ്പോൾ അവർ വീട്ടിലും കൂടെ പോയി. അപ്പോൾ റോഡിൽ കൂടെ ഞങ്ങൾ നടന്നാണ് പോയത് കേട്ടോ. നടക്കാൻ നല്ലൊരു പ്രത്യേക സുഖമായിരുന്നു. നല്ല കാറ്റുമൊക്കെ കൊണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നല്ല രസമാണ്. എല്ലാവരും കൂട്ടത്തോടെ നടന്ന് ഓരോ ഭാഗങ്ങളൊക്കെ കണ്ട് ചേച്ചി ഒരേ കളറിലെ ഡ്രസ്സാണ് കേട്ടോ ഇട്ടത്. ഞങ്ങൾ പറഞ്ഞു വെച്ച് ഇട്ടതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ പിടിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാനും ചേച്ചിയും കൂടെ വീഡിയോസ് പിടിച്ചു. പിന്നെ അമ്മയും അനീറ്റിമാരെയും കൂടെ കൂട്ടിയൊക്കെ ഒരു വീഡിയോസൊക്കെ പിടിച്ചു. പിന്നെ അമ്മയും അനീറ്റിമാരെ മാത്രമായിട്ട് വീഡിയോസൊക്കെ പിടിച്ചു. അവർക്ക് ചേച്ചി അനീറ്റിമാരെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അവരൊരുമിച്ചുള്ള ഒരു ഇതിൽ അവരുടെ 3 വീഡിയോസൊക്കെ എടുത്ത് അവർക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ വല്ലപ്പോഴൊക്കെയാണ് ഇവർ ഒരുമിച്ച് കാണാറുള്ളത് കേട്ടോ. എന്നാലും ഇവരെല്ലാം അടുത്തടുത്തുള്ളവരാണ്. ഇടയ്ക്കൊക്കെയാണ് ഒരുമിച്ച് കൂടാറുള്ളത്. കാണുമ്പോഴൊക്കെ ഒരു സന്തോഷം. പിന്നെ അങ്ങനെ ഞങ്ങൾ നിന്നപ്പോഴാണ് എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നു. അന്നേരം ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു വാഗമണ്ണിൽ. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു. റേറ്റ് നല്ല കൂടുതലാണ് കേട്ടോ അവിടെ. അങ്ങനെ ചിക്കൻ ബിരിയാണി എല്ലാം വാങ്ങിച്ചു കഴിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ കെട്ടിയോൻ എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തന്നു. ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞു. വലിയ ഫോട്ടോഗ്രാഫറൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ എടുക്കും. അങ്ങനെ 2-3 ഫോട്ടോസൊക്കെ എടുത്ത് എനിക്ക് തന്നു. അത് കഴിഞ്ഞ് പിന്നെ ഏകദേശം ഒരു 5 മണി ആയിട്ടുണ്ട് കേട്ടോ. കറക്കം ഫുള്ളും അവസാനിച്ചു. ഇനി എല്ലാവർക്കും അവരവരുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവരെല്ലാവരും വണ്ടി കയറി ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ തിരിച്ച് വന്നു. വരുന്ന വഴിക്ക് ടൂറിസ്റ്റുകളുടെ ഭയങ്കര ബഹളമായിരുന്നു. അവർ വണ്ടികളിൽ പാട്ടൊക്കെ ഇട്ടിട്ട് കൂട്ടമായിട്ട് എല്ലാവരും കൂടെ ഡാൻസും പാട്ടും നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഓരോ കൂട്ടം കൂടി ആൾക്കാർ നിന്ന് ഭയങ്കര ഡാൻസും കളിയൊക്കെ ആയിരുന്നു. അത് നല്ല മറക്കാൻ പറ്റാത്തൊരു ട്രിപ്പായിരുന്നു. അടിപൊളിയായിരുന്നു. വൺ ഡേ ആയിരുന്നു കേട്ടോ. കുഴപ്പമില്ലായിരുന്നു, നൈസായിരുന്നു. അപ്പം ഇങ്ങോട്ടുള്ളവർക്കൊക്കെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ വന്നോളൂ കേട്ടോ. നല്ല മഴയാണ് കേട്ടോ. ഇപ്പം ഹോം സ്റ്റേ ഒക്കെ സ്റ്റേ ചെയ്ത് വെച്ചേക്കുവാന്ന് തോന്നുന്നു. എന്നാന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.